ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ഒരു പ്രാവശ്യം ആയത്തുൽ കുർസി, 3 പ്രാവശ്യം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഒരു പ്രാവശ്യം ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഒരു പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പിന്നെ 3 സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത് 3 പ്രാവശ്യം. ഇത്രയും എല്ലാ ദിവസവും ഓതാൻ പറ്റുമോ മുടങ്ങാതെ? എങ്കിൽ ഇൻഷാ അല്ലാഹ് വെച്ചടി കയറ്റമുണ്ടാകും. കച്ചവടത്തിൽ ഖൈറുണ്ടാവാൻ, അതുപോലെ ശമ്പളം മുടങ്ങി കിടക്കുന്നു അത് തിരിച്ചു കിട്ടാൻ, അതുപോലെ സ്ഥാപനത്തിലേക്ക് ആളൊന്നും വരുന്നില്ല. ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട്, എന്ത് കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല എന്ന്. കൈനീട്ട കച്ചവടം എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, അതുപോലും കിട്ടാതെ. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈമാൻ ഉറക്കാൻ സൂറത്തുൽ കാഫിറൂന്റെ ശ്രേഷ്ഠതയാണ്. നമ്മുടെ ഈമാൻ ഉറക്കും, ഈമാൻ പാറ പോലെ ഉറക്കാൻ, ഇബ്ലീസിന്റെ ശർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ. അതുപോലെ തന്നെ 4 പ്രാവശ്യം ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ നമുക്ക് എന്താ പ്രതിഫലം എന്നറിയോ? ഒരു ഖത്മ തീർത്ത പ്രതിഫലമാണ്.